ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂം അറ്റാച്ച്ഡ് അതായത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൺസീൽഡ് ഫ്ലഷ്, അതായത് ഭിത്തിയുടെ അകത്ത് വരുന്ന ഫ്ലഷ് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ നീറ്റായിട്ട് ചെയ്യാം, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഒരു ബാത്റൂമിൽ കൺസീൽഡ് ഫ്ലഷ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സാധാരണ ബാത്റൂമിൽ നിന്നും കുറച്ചുകൂടി, അതായത് ഭിത്തിയുടെ അകത്ത് വെക്കുന്നേക്കാൾ കുറച്ചുകൂടി നല്ലത് ആ വരുന്ന അതിൻ്റെ മോഡ്യൂൾ, അതായത് കൺസീൽഡ് ഫ്ലഷ് വരുന്നത് നമ്മൾ ഭിത്തിയിൽ ഉറപ്പിക്കുക, പുറമെ ഡ്രില്ല് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഉറപ്പിക്കുക. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ബോഡി വരുന്നത്, ഹാഫ് ഫ്രെയിം വരുന്നത്, അതിൻ്റെ ആ ബോൾട്ടിൻ്റെ സെറ്റ് വരുന്നത് ഫിനിഷിംഗ് ലെവലിൽ നിന്നും 14 ഇഞ്ചാണ് വരുന്നത്. 14 ഇഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിംഗ് ലെവൽ ക്ലോസറ്റ് എല്ലാം കയറ്റി പിടിപ്പിച്ച് സീറ്റ് കവർ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം 16 ഇഞ്ചിനും 17 ഇഞ്ചിനും നമുക്ക് ഫിനിഷിംഗ് കിട്ടും. അതാണ് ഒരു സ്റ്റാൻഡേർഡ് അളവ്. 17 ഇഞ്ച് കൂടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്നും അതിൻ്റെ ടോപ്പ് വരുന്നതിൻ്റെ ആ ഫിനിഷിംഗ് ലെവലിൽ, അതായത് ആ കൺസീൽഡ് ഫ്ലഷിൻ്റെ ടോപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ വാൽവ് നമ്മളൊരു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കൺസീൽഡ് വാൽവ് നമ്മൾ ഈ പറയുന്ന കൺസീൽഡ് ഫ്ലഷിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ, അതായത് കൺസീൽഡ് ഫ്ലഷിലേക്കുള്ള വെള്ളം നമ്മൾ കൊടുക്കുന്നത് ഈ വാൽവ് വഴിയാണ് കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ബാത്റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ കൺസീൽഡ് ഫ്ലഷിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വാൽവ് ക്ലോസ് ചെയ്തിട്ടാൽ മതി. അല്ലെങ്കിൽ ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാത്റൂമിൽ കൺസീൽഡ് ഫ്ലഷ് വഴി അതിൻ്റെ ലീക്ക് വഴി ക്ലോസറ്റിലൂടെ എപ്പോഴും വെള്ളം പോയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് മെയിൻ്റനൻസിന് വരുന്നതിന് മുന്നേ, അതായത് ഗ്യാരണ്ടി പീരീഡിൽ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വാൽവ് ക്ലോസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട് വരും. ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്ത് നമുക്ക് ആ ബാത്റൂം യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിപ്പോൾ സെപ്പറേറ്റ് ഒരു വാൽവ്, സെപ്പറേറ്റ് കൺസീൽഡ് ഫ്ലഷിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വാൽവ് നമ്മൾ കൊടുത്താൽ ആ പ്രശ്നം സോൾവ് ചെയ്യാം. ബാത്റൂം നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കംപ്ലയിൻറ്റ് തീർത്തതിന് ശേഷം അത് ഓണാക്കി കഴിഞ്ഞാൽ അതിന് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി, അതായത് ഭിത്തിയിൽ നിന്നും ഒരു 4 ഇഞ്ച് പ്രൊജക്ഷനാണ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ ബാത്റൂമിൽ വരുന്ന ബെൽറ്റും കാര്യങ്ങളുണ്ടാവും, അതായത് നമ്മുടെ തറയുടെ ബെൽറ്റും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് 4 ഇഞ്ച് പൈപ്പ് കൺസീൽ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഡ്രൈനേജ് പൈപ്പ്, ഈ 4 ഇഞ്ച് പൈപ്പ് ഡ്രൈനേജിന് പോകുന്ന പൈപ്പ് നമ്മൾ കൺസീൽ ചെയ്യണമെങ്കിൽ ഭിത്തിയോട് ചേർത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ പോകുന്ന കമ്പിയും, അതായത് ലിൻഡിൽ ബെൽറ്റിന് കൊടുത്തിരിക്കുന്ന കമ്പിയും കാര്യങ്ങളെല്ലാം പൊട്ടിച്ച് കളയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ 4 ഇഞ്ച് പൈപ്പ് കൺസീൽ ആവുള്ളൂ. പക്ഷേ നമ്മൾ ഇത് പ്രൊജക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല. ബെൽറ്റിന് പുറത്താണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് കമ്പി കട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ബലക്ഷയം ഒരിക്കലും ഉണ്ടാവില്ല. അത് കമ്പി കട്ട് ചെയ്താൽ തന്നെ ഇത്തിരി ബലക്ഷയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബലക്ഷയം ഒട്ടും തന്നെ ഉണ്ടാവില്ല. ബാത്റൂം നല്ല നീറ്റായിട്ട് കാണാനും സാധിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം ചെയ്യുന്ന സമയത്ത്, അതായത് ബാത്റൂമിൽ വന്നിരിക്കുന്ന ലിൻഡിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റ് സെലക്ട് ചെയ്യുന്ന ക്ലോസറ്റിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ബെൽറ്റിൻ്റെ കമ്പികളെല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് 4 ഇഞ്ച് പൈപ്പ് കൺസീൽ ആവുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ശരിക്കും നല്ലൊരു ബലക്ഷയം തന്നെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബെൽറ്റിലാണ് ലോഡ് വരുന്നത്. വീടിൻ്റെ അത്യാവശ്യം ലോഡ് കാര്യങ്ങളെല്ലാം ബെൽറ്റിലാണ് വരുന്നത്. ബെൽറ്റിൻ്റെ കമ്പികളാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ബെൽറ്റിൻ്റെ കമ്പികൾ കട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പുറത്തേക്കിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സേഫ്റ്റിയാണ് നമ്മൾ എപ്പോഴും നോക്കുന്നതെങ്കിൽ ഈ രീതിയിലുള്ള കൺസീൽഡ് ഫ്ലഷ് പുറത്തേക്ക് ഒരു 4 ഇഞ്ച് മാത്രമേ പുറത്തേക്ക് തള്ളി വരുന്നുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീടിന് ബലക്ഷയമില്ലാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.